തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, കേൾക്കാമല്ലോ അല്ലേ? ഇപ്പോൾ ഈ തന്ത്രിയെ ചോദ്യമുനയിൽ എത്തിയിരിക്കുകയാണ് SITയുടെ. എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഘട്ടത്തിൽ? ഒന്ന്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 9ഓളം ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഒന്നിൽ പോലും തന്ത്രിയെക്കുറിച്ച് നെഗറ്റീവായൊരു പരാമർശമില്ല. രണ്ട്, എന്റെ ബന്ധുവായതുകൊണ്ടല്ല പറയുന്നത്, ബ്രഹ്മശ്രീ കണ്ഠർ രാജീവര് ജീവിതത്തിൽ ഇതേവരെ അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് കേൾപ്പിക്കാത്ത വ്യക്തിയാണ്. അതായത് കണ്ഠർ മോഹനർക്ക് കുറച്ച് വിവാദങ്ങളെങ്കിലും ഉണ്ടായി. അത്തരം വിവാദങ്ങൾ പോലും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പൊ ശബരിമല തന്ത്രിയെ യഥാർത്ഥത്തിൽ ഈ കേസിൽ കുടുക്കി ബാക്കി ആരെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഹൈക്കോടതി വിധിയിൽ ഇതുവരെ പരാമർശങ്ങളില്ല. ഇതുവരെ ഇനി ഒരു കാര്യം കൂടെ സാധാരണക്കാർ മനസ്സിലാക്കാനാണ്, റിപ്പോർട്ടർ മനസ്സിലാക്കാനാണ് പറയുന്നത്. എല്ലാ അമ്പലത്തിലും 2 തരം അധികാരങ്ങളുണ്ട്, ആചാരപരവും അഡ്മിനിസ്ട്രേറ്റീവും. തന്ത്രിയാണ് ആചാരപരമായ പൂജാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കുന്നത് ദേവസ്വം ബോർഡാണ്. യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് വീഴ്ച വന്നതിന് തന്ത്രിയെ കൊടുക്കുന്നതിന് എന്തർത്ഥമാ ഉള്ളത്? നേരെ തിരിച്ച് തന്ത്രിയെ കുടുക്കി ബാക്കി ആരെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. തന്ത്രിയെ കുടുക്കി ബാക്കി ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ? രാഹുൽ ഈശ്വർ, പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചതിൽ തന്ത്രിയുടെ പങ്ക് അതിൽ നിർണായകമാണ്. അതിൽ ഈ പത്മകുമാറിന്റെ മൊഴികളടക്കം ഇക്കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SIT അന്വേഷണം ഈ ഘട്ടം വരെ എത്തുന്നവരെയും ഈ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നവരെയും ഒരു നിർണായക വിവരങ്ങളും പുറത്തുവിടാതെയാണ് കൃത്യമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. SIT ഒക്കെ ബഹുമാനമാണ്. ബഹുമാനപ്പെട്ട കോടതിയിൽ ഇനിയും കാര്യങ്ങൾ വരും. ഒരു കാര്യം കൂടെ ഓർക്കുക, ഇനി നാളെ തന്ത്രി തെറ്റുകാരനാണെന്ന് കോടതി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാം തള്ളി പറയും. കാര്യം നമുക്കെല്ലാം പ്രധാനം അയ്യപ്പനല്ലേ. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ വെച്ച് തന്ത്രി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ ഒന്നുമില്ലെന്ന് മാത്രമല്ല, പ്രഥമ ദൃഷ്ടിയാ പോലും തന്ത്രി കുറ്റക്കാരനല്ല. പ്രഥമ ദൃഷ്ടിയാ പോലും തന്ത്രിയുടെ വീഴ്ചയല്ല, ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണ്. ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ വീഴ്ച തന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് എങ്ങനെയാണ്? ഈ തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ തന്ത്രി മോശക്കാരനാവൂ? ഉണ്ണികൃഷ്ണൻ പോറ്റി എത്രയോ പേരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, അവരെല്ലാം മോശക്കാരാകൂ? അപ്പൊ യഥാർത്ഥത്തിൽ വേറെ ആരെയോ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കാൻ ശ്രമിക്കുകയാണോ എന്ന് സംശയം തോന്നുന്നുണ്ട്. ഒരു അയ്യപ്പ വിശ്വാസിയായിട്ട് പറയുകയാണ്, എന്റെ ബന്ധുവോ എന്റെ കുടുംബമോ ആയതുകൊണ്ട് പറയല്ല, ഒരു അയ്യപ്പ വിശ്വാസിയായിട്ട് പറയുകയാണ്, തന്ത്രിയെ കുടുക്കിക്കൊണ്ട് ബാക്കി ആൾക്കാരിലേക്ക് ശ്രദ്ധ വരുത്താതിരിക്കാനുള്ള ശ്രമമാണോ? ഈ ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് നിങ്ങൾക്കില്ലെങ്കിൽ കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്, റിപ്പോർട്ടർ കറക്റ്റ് ചെയ്യാം. തന്ത്രി എന്ത് ചെയ്തു എന്നാ പറയണേ? തന്ത്രി എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ? തന്ത്രി എവിടെങ്കിലും സ്വർണം കൊണ്ടുപോയി വിറ്റോ? ഏതെങ്കിലും രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് എന്താണ് ഇതിൽ റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന്റെ അന്വേഷണമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ആ ചോദ്യം ചെയ്യലാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇനി മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചതാണോ എന്നും അറിയില്ല. രണ്ടും രണ്ടാണല്ലോ. മൊഴിയെടുക്കാൻ വേണ്ടി ഒരാളെ വിളിക്കുന്നതും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതും അറസ്റ്റിന് വേണ്ടി വിളിക്കുന്നതും ഓരോന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പിന്നെ ദൈവത്തെ ഓർത്ത് മീഡിയക്കാർ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ ഇതൊരു വേട്ടക്കാരന്റെ ഭാവത്തിൽ പോകരുത്. അവിടെയാണ് ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ശങ്കർദാസ് എന്ന് പറയുന്ന 84 വയസ്സുള്ള ഒരു മനുഷ്യനെ ഇനിയും വേട്ടയാടരുത്. ആത്യന്തികമായി ട്രയൽ നടന്ന് പുള്ളി കുറ്റക്കാരനാണെങ്കിൽ കോടതി നടപടി എടുത്തോട്ടെ. പക്ഷേ കരിവാരി തേക്കാനും കാടടച്ച് വെടിവെക്കാനും ഉള്ള ഒരു അവസരമായി ഇത് മാറരുത്. ഫോക്കസ് തെറ്റിക്കാൻ വേണ്ടി തന്ത്രി ആക്രമിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ഈ സ്വർണ്ണക്കൊള്ള വലിയ ആൾക്കാരിലേക്ക് എത്താതിരിക്കാനുമുള്ള ഫോക്കസ് തെറ്റിക്കലാണെന്ന് വിചാരിക്കാൻ സംശയമുണ്ട്. മാത്രമല്ല, തന്ത്രി അടക്കമുള്ള ആൾക്കാർ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നാണ്. അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. ആകെ 1% നമ്മുടെ നാട്ടിൽ ബ്രാഹ്മണരുള്ളൂ. അപ്പോ തന്ത്രിയെ കൂടെ കുടുക്കി CPM-ന്റെ ഏതെങ്കിലും അജണ്ട, അല്ലെങ്കിൽ CPM എന്ന് പറയുന്നില്ല, ഇറങ്ങിക്കുന്ന പാർട്ടിക്ക് താല്പര്യമുള്ള ഏതെങ്കിലും അജണ്ടയും എല്ലാവരും മോശക്കാരാന്ന് വരുത്താനുള്ള ഒരു ശ്രമവുമാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ലഭ്യമായ ഒരു കാര്യം പോലും തന്ത്രിയുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. മിനിഞ്ഞാന്നുകൂടെ വന്ന വാർത്തകളിൽ SITയുടെ ആയിട്ട് വന്ന നിങ്ങൾ മീഡിയക്കാർ കൊടുത്ത വാർത്ത തന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് കൊണ്ടുപോയെന്ന വാദം തെറ്റാണ് എന്നൊക്കെയാണ്. 2 ദിവസത്തിനുള്ളിൽ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ഫോക്കസ് മാറ്റാനുള്ളൊരു പരിശ്രമത്തിന്റെ ഭാഗമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 9 ഇടക്കാല വിധി ന്യായങ്ങളിൽ തന്ത്രിക്കെതിരെ പരാമർശമില്ല.